iPhone 12 അൺബോക്സിങ്ങും ആദ്യ ഇംപ്രഷൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് iPhone 12 വരുന്ന ബോക്സ്. അപ്പോൾ ഈ ബോക്സ് കാണുമ്പം നമ്മൾ ഇത്ര നാളൊരു ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും ഒരുപാട് ചെറിയ സൈസിൽ വന്നിരിക്കുന്ന ബോക്സാണ്. അപ്പോൾ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ഈ വട്ടം ഇതിൻ്റെ കൂടെ, അതായത് നമ്മുടെ ഫോണിൻ്റെ കൂടെ ചാർജറും അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോണും കിട്ടത്തില്ല. അത് ചാർജറിനെ ഉദ്ദേശിച്ചത് ചാർജിങ് ബ്രിക്കും ഹെഡ്ഫോണും കിട്ടത്തില്ല. ഈ ബോക്സിൻ്റെ സൈസ് കുറഞ്ഞെന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഒരു ആപ്പിളിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന ബോക്സ് തന്നെയാണ്. വളരെ ക്ലീൻ ആയ ഒരു ബോക്സാണ്. നമ്മുടെ ഫോണിൻ്റെ പടം ഫ്രണ്ടിലുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ 3 വേരിയൻസ് ഉണ്ട് ഈ ഫോണിന്. അതിനകത്ത് ഞാൻ ബേസ് വേരിയൻ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 64 GB ആണ്. ഇതിൻ്റെ പ്രൈസിങ്, ഈ വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 79,900 റുപ്പീസാണ്. പിന്നെ ഇത് കഴിഞ്ഞ് അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 128 GB ആയിരിക്കും. അതിൻ്റെ പ്രൈസിംഗ് 84,900ഉം. പിന്നെ അവസാനത്തെ വേരിയൻറ്റ് 256 GB ആണ്. അതിൻ്റെ പ്രൈസിങ് 94,900 ആണ്. അപ്പോൾ പ്രൈസിങ് നല്ല രീതിയിൽ കൂടി നിൽപ്പുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ വർഷത്തെ iPhone 11 നോക്കുവാണെങ്കിൽ അതിനെക്കാട്ടിയും പ്രൈസ് കൂടിയൊരു ഫോണാണ് ഈ iPhone 12 എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ബോക്സിൻ്റെ കണ്ടൻസ് നോക്കാൻ നേരത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന ഫോൺ തന്നെയാണ്. അപ്പോൾ ഫോൺ കഴിഞ്ഞ് പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കാൻ നേരത്ത് ചെറുതാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു ഒറ്റ ആപ്പിൾ സ്റ്റിക്കറേ കിട്ടുന്നുള്ളൂ. സാധാരണ 2 ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അവിടെയും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേബിൾ നോക്കാൻ നേരത്ത് ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കേബിൾ എന്ന് പറയുന്നത് നമുക്ക് USB-C ടു ലൈറ്റ്നിങ് കേബിളാണ്. അതായത് നമുക്ക് പണ്ട് വന്നുകൊണ്ടിരുന്ന കണക്കത്തെ USB-A ടു ലൈറ്റ്നിങ് അല്ല, അതിന് പകരം USB-C ടു ലൈറ്റ്നിങ് കേബിളാണ്. അപ്പോൾ ഈ കേബിൾ കണക്ട് ചെയ്യണമെങ്കിൽ ഇതിന് വേണ്ടിയുള്ള ഒരു ചാർജിങ് ബ്രിക്ക് നിങ്ങളായി വേണം. ഇതിൻ്റെ ചാർജിങ് ബ്രിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് USB-C കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് ബ്രിക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചാർജിങ് ബ്രിക്ക് നിങ്ങൾ iPhone 11 Pro സീരീസ് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൈ കാണൂ. അല്ലെങ്കിൽ മിക്ക ആൻഡ്രോയിഡ് ഫോൺസിലും അങ്ങനത്തെയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ചാർജിങ് ബ്രിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അതും ആപ്പിൾ തന്നെ അതൊരെണ്ണം വിൽക്കുന്നുണ്ട്. അതും ഒരു 20 വാട്ട് ചാർജിങ് ബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1,900 റുപ്പീസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജിങ് ബ്രിക്ക് കയ്യിലില്ലെങ്കിൽ, പ്രത്യേകിച്ചും USB-C ടു ലൈറ്റ്നിങ് കേബിൾ ഇല്ലെങ്കിൽ, നിങ്ങൾ ആ ചാർജിങ് ബ്രിക്കും കൂടെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ നോക്കുവാണെങ്കിൽ ഈ വട്ടം ഡിസൈനകത്ത് വലിയ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറയുമ്പോൾ മെറ്റീരിയലിനകത്ത് വന്ന മാറ്റമല്ല. കാരണം ഇവിടെ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിനിയം, അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്. പക്ഷേ ഈ മെറ്റൽ ഫ്രെയിം, അതായത് ഈ അലുമിനിയം ഫ്രെയിം നോക്കുവാണെങ്കിൽ അതിന് നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ളൊരു സൈഡിന് പകരം ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന സൈഡാണ്. അതായത് നമ്മുടെ പഴയ iPhone 4, 4S സീരീസിലെ ഡിസൈൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ iPhone 5ൻ്റെ സൈഡ് പോലെ ഇരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരെണ്ണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കാൻ നേരത്ത് നമുക്ക് ഫോൺ പിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ ഇരിക്കും. തെന്നിപ്പോണ സാധ്യത വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഈ iPhone 12 എടുത്തപ്പം എനിക്ക് ആദ്യം കിട്ടിയൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഞാൻ iPhone 11 ആണ് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് iPhone 11 കമ്പയർ ചെയ്യുമ്പം അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു കോമ്പാക്റ്റ് ആയ ഒരു ഫോണായി മാറിയിട്ടുണ്ട്. അതായത് സൈസ് കുറച്ചുകൂടെ ചെറുതായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതായത് 11നെക്കാട്ടിയും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയ സൈസായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മാറിയെങ്കിൽ പോലും ഇതിൻ്റെ സ്ക്രീൻ സൈസും 11ൻ്റെ സ്ക്രീൻ സൈസും ഒന്നാണ്. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഫോണൊന്ന് എടുത്ത് പിടിക്കാൻ നേരത്ത് കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലോണം ഇരിക്കുമെങ്കിൽ, അത് നമുക്ക് പിടിക്കാൻ കുറച്ചും കൂടി ഏരിയ അവിടെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് ഷാർപ്പായിട്ട് ആദ്യം ഫീൽ ചെയ്യും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമല്ല. അത് ആദ്യത്തെ ഒരു തോന്നൽ മാത്രമാണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കിൽ നോക്കാൻ നേരത്ത്, ഈ ഫോണിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 11 സീരീസ് വന്ന അതേ ഡിസൈനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ ഗ്ലാസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലോസ് ഫിനിഷുള്ള ഗ്ലാസും പിന്നെ ഈ ക്യാമറ സെക്ഷൻ മാത്രം ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. അത് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്ന കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. എനിക്ക് തോന്നുന്നു അതാണ് വളരെ അട്രാക്ഷനോടുകൂടി നിന്നത്. പിന്നെ ഇതിന് പുറമെ കിട്ടുന്ന കളേഴ്സ് 4 അതിന് തോന്നുന്നു വൈറ്റ് ആണ്, പിന്നെ ബ്ലാക്ക്, പിന്നെ ഗ്രീൻ, പിന്നെ പ്രോഡക്റ്റ് റെഡ് ആണ്. അതായത് തന്നെ ഈ പ്രോഡക്റ്റ് റെഡും ഗ്രീനും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ കളേഴ്സിനെക്കാട്ടിയും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു ടോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നോക്കാൻ നേരത്തും ബാക്കിൽ നോക്കാൻ നേരത്തും ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഈ ഗ്ലാസ് ഈ മെറ്റലിനകത്തേക്ക് തന്നെ ഇരിക്കുകയാണ്. അത് പുറത്തേക്കൊന്നും തള്ളി നിൽപ്പില്ല. അതൊരു കേർവ്ഡ് ആയിട്ടുള്ള എഡ്ജൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പോർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ നമ്മളൊരു സ്പീക്കർ കാണാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ഒരു ഇയർ പീസ് ഉണ്ട്, അതും സ്പീക്കറാണ്. പിന്നെ നമ്മൾ പവർ ബട്ടൺ റൈറ്റ് സൈഡിലാണ്. പിന്നെ അതുകൂടാതെ വോളിയം ബട്ടൺസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. പിന്നെ ഈ വോളിയം ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ആപ്പിളിൻ്റെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡറും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി ഒരു കാര്യം കൂടെ എനിക്കിവിടെ പറയാനുണ്ട്. നമ്മൾ ഈ ഡിസൈൻ നോക്കാൻ നേരത്തെ ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ് എന്ന് പറയുന്നത് സെറാമിക് ഷീൽഡ് എന്നാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. അതായത് അവരുടെ ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തറയിൽ വീണാൽ പൊട്ടാൻ സാധ്യത വളരെ കുറവെന്നാണ് പറഞ്ഞേക്കുന്നത്. 4 times സ്ട്രോങ്ങർ ആയ ഗ്ലാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മളിപ്പം കുറേ ടെസ്റ്റിംഗ് ഒക്കെ കണ്ട വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പം അതിനകത്ത് ഈ ഗ്ലാസ് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും അതിനകത്ത് റിസ്ക് എടുക്കൽ, എന്തായാലും സ്ക്രീൻ കാർഡ് ഒട്ടിക്കുക. പിന്നെ ഈ ബാക്കിലത്തെ ഗ്ലാസ് സെറാമിക് ഷീൽഡ് അല്ല, അതിന് പകരം പണ്ടത്തെ അയണക്സ് ഗ്ലാസ് തന്നെയാണ്. അതുകൊണ്ട് ഈ ബാക്കിലത്തെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ടിൽ തന്നെ കാട്ടിയും കുറവാകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഞാൻ ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ iPhone 11 ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ഫോൺ iPhone 11നെക്കാട്ടിയും വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ്. അത് മാത്രമല്ല ഈ ഫോണിനകത്ത് വന്നേക്കുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസും iPhone 11ൻ്റെ ഡിസ്പ്ലേ സൈസും ഒന്നാണ്. അതായത് രണ്ടും 6.1 ഇഞ്ചാണ്. പക്ഷേ ഈ ഡിസ്പ്ലേ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. അതായത് ഇത് LCD പാനലല്ല, അതിന് പകരം OLED ഡിസ്പ്ലേ ആണ്.
അതൊരു വലിയ മാറ്റമാണ്. കാരണം നമുക്ക് ഇത്രയും കാലം ഈ iPhone 11 അല്ലെങ്കിൽ iPhone 10R ഒക്കെ എടുക്കുവായിരുന്നെങ്കിൽ അതിനകത്തെല്ലാം LCD ഡിസ്പ്ലേ ആണ് വന്നത്. അപ്പോൾ അതിനെക്കാട്ടിയും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ റെസൊല്യൂഷൻ, ഈ റെസൊല്യൂഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2532 by 1170 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 460 ppi ആണ്. അതും ഈ ഡിസ്പ്ലേ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ iPhone 11 ഉപയോഗിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ ഡിസ്പ്ലേ കാട്ടിയും ഭയങ്കര ഒരു അപ്ഡേറ്റ് ആണ് ഈ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കളേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്ത് നിൽപ്പുണ്ട്. പിന്നെ OLED ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് കൂടെ വരുന്നുണ്ട്. ബ്ലാക്ക് ഒക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ വ്യൂയിങ് ആംഗിളിനകത്ത് ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ചും ആപ്പിളിൻ്റെ OLED ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതും ഇത് HDR സപ്പോർട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് ട്രൂ ടോണും അതുപോലെ തന്നെ ഹാപ്റ്റിക് ടച്ച് ആണ് വരുന്നത്. അപ്പോൾ 3D ടച്ച് ഇല്ല, അത് നമ്മൾ പ്രതീക്ഷകാര്യമാണ്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ, അതായത് മാക്സ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 625 nits ആണ് ഇതിന് കിട്ടുന്നത്. പക്ഷേ നമ്മൾ HDR കണ്ടന്റ് ആണ് കാണുന്നതെങ്കിൽ 1200 nits വരെ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലെല്ലാം ഡിസ്പ്ലേ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു പ്രോപ്പറായ ഡിസ്പ്ലേ ഇപ്പോഴാണ് ഇത് മാറിയേക്കുന്നത്. iPhone 11 ഡിസ്പ്ലേ ഒരു കോസ്റ്റ് കട്ടിംഗ് മെത്തേഡായിരുന്നു. അതായത് ഒരു ഡിസ്പ്ലേ LCD പാനൽ ഉപയോഗിച്ചിട്ട് റെസൊല്യൂഷൻ കുറഞ്ഞ ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നല്ല ഡിസ്പ്ലേ ആണ്, അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പെർഫെക്റ്റ് തന്നെയാണ് ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ അതിനെക്കാട്ടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നേക്കുന്ന ഡിസ്പ്ലേ ആണ് ഈ iPhone 12 കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേക്ക് അത് ഇത്രയും കാര്യത്തിനകത്ത് മാറ്റം വന്ന പോലെ തന്നെ ഇനി ചെറിയൊരു മാറ്റം കൂടി ഇതിനകത്തുണ്ട്. അതായത് ഈ ഡിസ്പ്ലേയുടെ ചുറ്റുമുള്ള ബെസൽസും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫോൺ കുറച്ചും കൂടെ ചെറുതായിരിക്കുന്നത്. കാരണം നമ്മൾ iPhone 11 നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ കനം കൂടിയ ബെസൽസ് ആണ്. അപ്പോൾ അതിനെക്കാട്ടിയും ചെറുതാണ് ഈ iPhone 12 വരുന്നത്. പക്ഷേ ഇവിടെ നോച്ച് അതേ കണക്ക് തന്നെയാണ്. കാരണം ഇവിടെയും ഫേസ് ഐ ഡിയാണ് വരുന്നത്. അതും ഈ ഫേസ് ഐ ഡിക്കകത്ത് നമ്മൾ iPhone 11 നോക്കിയപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. ഏതാണ്ട് അതേ അൺലോക്കിംഗ് സ്പീഡും അതേ അൺലോക്കിംഗ് ആംഗിളും ഒക്കെ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നാലും ഈ ബെസൽ കുറഞ്ഞതും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഡിസൈൻ വന്നപ്പോഴത്തേക്കും ഫോണിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്കും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചൊരു ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് കഴിഞ്ഞ iPhone 11 ബെറ്ററായ ഡിസൈനായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനി ഈ ഫോണിനകത്ത് വന്ന ഏറ്റവും അടുത്ത വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രൊസസ്സർ മാറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം A13 ബയോണിക് ചിപ്പ് ആയിരുന്നെങ്കിൽ ഈ വർഷം വന്നിരിക്കുന്നത് A14 ബയോണിക് ചിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആപ്പിളിൻ്റെ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ, ആപ്പിളിൻ്റെ പുതിയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. വളരെ പെർഫെക്റ്റ് ആണ്, എല്ലാം ഫാസ്റ്റ് ആണ്, ഒരു തരത്തിലുള്ള ലാഗും അനുഭവപ്പെട്ടില്ല. അതൊക്കെ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റാം എന്ന് പറഞ്ഞാൽ 4GB മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ വർഷം കണക്ക് തന്നെയാണ്. കഴിഞ്ഞ വർഷം 4GB ആയിരുന്നു, അപ്പോൾ ഈ വർഷം 4GB തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ എന്നാലും റാം മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ iOS-ന് ഒരുപാട് റാം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4GB റാം വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാക്ക് പോർഷൻ നോക്കിയപ്പം ഈ മാറ്റ് ഫിനിഷ് ഈ ഗ്ലാസ് സെക്ഷനകത്ത് വന്നേക്കുന്ന 2 ക്യാമറയാണ്. അപ്പോൾ ഈ 2 ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് തന്നെ. പക്ഷേ ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറയുടെ ആപ്പച്ചർ എന്ന് പറഞ്ഞാൽ f1.6ഉം പിന്നെ നമ്മൾ അടുത്ത് വരുന്ന ക്യാമറ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അത് ഞാൻ ഈ ക്യാമറ വെച്ച് ആദ്യത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനകത്ത് ഈ ഫോട്ടോസിനകത്ത് ഭയങ്കര ഒരു ക്വാളിറ്റി വ്യത്യാസമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും നമ്മൾ രാവിലെ എടുക്കുന്ന ഫോട്ടോസിനകത്ത് അത്ര വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. എല്ലാം നല്ല ഷാർപ്പാണ്, നല്ല ഡീറ്റെയിൽ ആണ്, പെർഫെക്റ്റ് ആയ ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അൾട്രാ വൈഡിലേക്ക് പോകാൻ നേരത്ത് അൾട്രാ വൈഡ് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കൂടിയ ക്യാമറ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ അൾട്രാ വൈഡ് കണക്ക് തന്നെയാണ്. ഫോട്ടോസിൻ്റെ സൈഡൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. പക്ഷേ എന്നാലും നമുക്ക് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വെച്ച് ഈ വട്ടം ഡീപ് ഫ്യൂഷൻ ഫോട്ടോസും എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നൈറ്റ് മോഡ് ഫോട്ടോസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയൊരു പ്രത്യേകതയാണ്. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം നമുക്കിവിടെ വീഡിയോ റെക്കോർഡിംഗ് എടുക്കുവാണെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ 4K 60 FPS ആണ്. പക്ഷേ നമ്മളിവിടെ 4K 30 FPS ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡോൾബി വിഷൻ HDR വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു രീതിയിലാണ് വരേണ്ടത്. പക്ഷേ എന്നാലും ഞാൻ അങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഇട്ട് ഇതുവരെ എഡിറ്റ് ചെയ്തില്ല. അതിന് പകരം ഇവിടെ കാണിച്ചേക്കുന്ന ഈ വീഡിയോ സാമ്പിൾ എന്ന് പറയുന്നത് 1080p വീഡിയോ 60 FPS എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആ വലിയൊരു വ്യത്യാസം കാണാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഈ ഡോൾബി വിഷൻ HDR വീഡിയോ ഈ ഫോണിനകത്ത് തന്നെ എടുത്തായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് തന്നെ കണ്ടപ്പോഴത്തേക്കും പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിന് എഡിറ്റിങ്ങിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. അത് നിങ്ങൾക്ക് ഫുൾ റിവ്യൂവിൽ കാണാൻ പറ്റും. അത് നിങ്ങൾ ഫുൾ റിവ്യൂ മിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് ക്യാമറയുടെ കാര്യങ്ങൾ. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് കഴിഞ്ഞ വർഷത്തെ കണക്ക് തന്നെയാണ്. പിന്നെ അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അത് നമ്മൾ ഇവിടെ ഈ ഫോട്ടോ എടുത്ത് നോക്കിയപ്പം ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് ഈ ഫോട്ടോ എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 11 നിന്ന് ഒരുപാട് വ്യത്യാസമില്ല നമ്മൾ നല്ല ലൈറ്റിങ്ങിൽ എടുക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഇരുട്ടത്തേക്ക് പോകുകയാണെങ്കിൽ ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഈ വട്ടം ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് നൈറ്റ് മോഡ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്, അതൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഡീപ് ഫ്യൂഷൻ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് അത് പണ്ടത്തെ കണക്ക് തന്നെ 4K 60 FPS എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് HDR വീഡിയോ എടുക്കാൻ പറ്റും. അത് നമുക്ക് 30 FPS എടുക്കാൻ പറ്റൂ. അത് HDR ഡോൾബി വിഷൻ വീഡിയോ എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ക്യാമറയുടെ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ഇതല്ല, വേറൊരു കാര്യമാണ് എടുത്ത് പറയേണ്ടത്. കാരണം ആപ്പിൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്തത് ആ കാര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയ ഫീച്ചേഴ്സിനൊന്നും അല്ല, അതിന് പകരം 5Gക്ക് വേണ്ടിയാണ്. കാരണം ഈ ഫോണിനകത്ത് 5G സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ
നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഫോണിൻ്റെ വീഡിയോ ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഈ ഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു ആൻറ്റിന കട്ടൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഇന്ത്യയിൽ വാങ്ങിക്കുന്ന ഫോണിനകത്ത് അങ്ങനത്തെ ഒരു കട്ടൗട്ട് ഇല്ല. കാരണം ഇതിന് 5G സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വേർഷനകത്ത് സബ് 6 GHz 5G മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മില്ലിമീറ്റർ വേവ് 5G വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ആൻറ്റിന വരാത്തത്. അതായത് ആ കട്ടൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ആൻറ്റിന കാണൂ. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മില്ലിമീറ്റർ വേവ് 5G കിട്ടൂ. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ യൂണിറ്റിനകത്തില്ല. അത് ശ്രദ്ധിച്ചോണം. കാരണം നമുക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും മില്ലിമീറ്റർ വേവ് 5G ലോഞ്ച് ആയാൽ നമുക്ക് ആ ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ വൈഫൈ വേർഷൻ 6 ആണ്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് NFC കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് UWC ചിപ്പ് ഉണ്ട്. അതായത് അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് ആപ്പിളിൻ്റെ തന്നെ ചില പ്രോഡക്ട്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും ഈ പുതിയതായിട്ട് ഇറങ്ങാൻ പോണ ഹോം പോഡ് മിനിക്കകത്തൊക്കെ അത് വെച്ച് നമുക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2815 mAh ആണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ iPhone 11നെക്കാട്ടിയും ചെറിയൊരു ബാറ്ററിയാണ്. അത് ഞാനിവിടെ എൻ്റെ ആദ്യത്തെ ഒരു ടെസ്റ്റിംഗ് ചെയ്ത സമയത്ത് ബാറ്ററി ബാക്കപ്പ് അത്ര ഗഡിലൊന്നുമല്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. നമുക്ക് ഒരു ദിവസമൊക്കെ നിൽക്കും. ഒരുപാട് ഹെവി യൂസ് ഒന്നും അല്ലെങ്കിൽ. എന്നാലും എനിക്ക് തോന്നുന്നു iPhone 11 നോക്കാൻ നേരത്ത് അതിനെക്കാട്ടിയും ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ബാറ്ററി ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ കറക്റ്റായിട്ടുള്ള ബാറ്ററി ലൈഫ് പറയാം. പക്ഷേ ഇപ്പം നോക്കിയതിൽ നിന്ന് ബാറ്ററി ബാക്കപ്പ് ഏറ്റവും കിട്ടില്ലൊന്നുമല്ല. എന്നാൽ നമുക്ക് ഒരു ദിവസമോ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകും, ഒരുപാട് ഹെവി യൂസ് അല്ലെങ്കിൽ. അത് നമ്മളിപ്പോൾ ബാറ്ററിയുടെ കാര്യം നോക്കി സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത ചാർജിങ് ഒന്ന് നോക്കാം. കാരണം ഇവിടെ നമുക്ക് ലൈറ്റ്നിങ് കേബിൾ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അത് നമുക്കിവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വയർലെസ് ചാർജിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു പുതിയ ടൈപ്പ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പുതിയ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ വയർലെസ് ചാർജിങ്ങിൻ്റെ ടെക്നോളജി പഴയ തന്നെയാണ്, വയർലെസ് ചാർജിങ് ആണ്. പക്ഷേ ഇവിടുത്തെ പുതിയ ടെക്നോളജി ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മാക്സേഫ് ചാർജിങ് ടെക്നോളജി വരുന്നുണ്ട്. അതായത് ആപ്പിൾ ഒരു ചാർജർ ഇറക്കിയിട്ടുണ്ട്. മാക്സേഫ് ചാർജറാണ്. അത് വയർലെസ് ചാർജർ തന്നെയാണ്. അതും എനേബിൾ ചാർജറാണ്. പക്ഷേ അതിനകത്ത് ഈ മാഗ്നറ്റ് വെച്ച് ഈ ബാക്കിലും മാഗ്നറ്റ് ഉണ്ട് ഫോണിൻ്റെ ബാക്കിലായിട്ട്. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് അങ്ങോട്ട് പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മാക്സേഫ് വെച്ച് ഒരു 15 വാട്ട് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മാക്സേഫ് ചാർജിങ് പറയാൻ നേരത്ത് എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമ്മൾ ആപ്പിളിൻ്റെ മാക്സേഫ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ചുറ്റിനുമുള്ളത് ഒരു മെറ്റൽ പോർഷനാണ്. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സേഫ് കുറേ ആക്സസറീസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആ ആക്സസറീസിലും വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസാണ്. പക്ഷേ എന്നാലും ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ മാക്സേഫ് ചാർജർ ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം വയർലെസ് ചാർജിങ് ആണ്. വയർലെസ് ചാർജിങ് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അത് മാത്രമല്ല ഇങ്ങനൊരു പ്രശ്നം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും മാക്സേഫ് ചാർജിങ് റെക്കമെൻഡ് ചെയ്തില്ല. ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ള കാര്യത്തിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫോൺ IP68 റേറ്റഡ് ആണ്. പക്ഷേ ഈ വട്ടം ഈ വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. അതായത് നമുക്ക് 6 മീറ്റർ വരെ പോകാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് റേറ്റിംഗ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 സിം ഇടാൻ പറ്റും. അതിനകത്ത് ഒന്ന് നാനോ സിം ആയിരിക്കണം. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ ഈ സിം ആയിരിക്കണം. അതായത് എംബഡഡ് സിം ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന സ്പീക്കേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സാണ്. iPhone 11നെക്കാട്ടിയും കുറച്ചും കൂടെ സൗണ്ട് കൂടിയ കണക്കാണ് തോന്നിയത്. അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വീഡിയോ കാണാനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 12ൻ്റെ ഒരു ആദ്യത്തെ ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഫോൺ കുറച്ചൊരു ഉപയോഗിച്ചിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ iPhone 11 അല്ലെങ്കിൽ 11 Pro സീരീസ് ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്തായാലും ഈ iPhone 12ലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് iPhone 11ഉം ഈ iPhone 12 നോക്കാൻ നേരത്ത് ഡിസ്പ്ലേ ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കരമാണ്. പക്ഷേ എന്നാലും ആ ഒരു അപ്ഗ്രേഡ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ iPhone 10R അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫോണാണ് നിങ്ങളിൽ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളൊരു അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ടേ വരൂ. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞില്ലേ, അതൊരു എടുത്തു വരേണ്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ iPhone 12 എടുക്കണോ അല്ലെങ്കിൽ 11 Pro എടുക്കണോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കാരണം 11 Proൻ്റെ പ്രൈസിങ് ഏതാണ്ട് ഇതുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കാൻ നേരത്ത്, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എന്തായാലും iPhone 11 Pro എടുക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിന് പകരം നിങ്ങൾ ഈ iPhone 12 പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.